എൻ്റെ കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് HDFC ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ കാർഡ്, മറ്റൊന്ന് ആക്സിസ് ബാങ്കിൻ്റെ AS കാർഡ്, പിന്നെ ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡ്, പിന്നെ വൺ കാർഡ് എന്നിവയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്, ഏകദേശം 5 വർഷമായിട്ട് കാർഡുകൾ ഉപയോഗിക്കുന്നു. ഇതുവരെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ വളരെ സൂക്ഷിച്ചാണ് കാർഡ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ അങ്ങനെയുള്ള ഫൈനാൻസ് ചാർജോ ഒന്നും തന്നെ നൽകേണ്ടതായിട്ട് വന്നിട്ടില്ല. എനിക്ക് കാർഡുകൾ കൊണ്ട് ബെനിഫിറ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്, റിവാർഡ് പോയിന്റിലൂടെയും അതുപോലെ തന്നെ ക്യാഷ് ബാക്കിലൂടെയും. ആദ്യമൊക്കെ ഒരു കാർഡില്ലെങ്കിൽ 2 കാർഡ് മതി എന്നായിരുന്നു തീരുമാനം. പക്ഷേ പയ്യെ അത് കൂടി വന്നു. ഇപ്പോൾ നിലവിൽ ഏകദേശം 4 കാർഡുകളുണ്ടെങ്കിലും 4 കാർഡിന് മുകളിൽ പോകാതെ കീപ്പ് ചെയ്യുന്നുണ്ട്. 4 കാർഡിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കാർഡ് ക്ലോസ് ചെയ്ത് 4 എന്ന നമ്പറിൽ നിർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. എൻ്റെ 4 കാർഡുകളിൽ ആനുവൽ ഫീസ് വരുന്ന കാർഡ് ആക്സിസ് ബാങ്കിൻ്റെ AS കാർഡ് മാത്രമാണ്. 499 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. എന്നാൽ ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നതിനാൽ ആനുവൽ ഫീസ് നൽകേണ്ടതായിട്ടില്ല. മറ്റ് 3 കാർഡുകളും HDFC ബിസിനസ് റിഗാലിയ കാർഡ്, ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡ്, പിന്നെ ഈ ഒരു വൺ കാർഡ് എന്നിവയൊക്കെ എനിക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വൺ കാർഡ് ക്ലോസ് ചെയ്തു, പകരം ഫെഡറൽ ബാങ്ക് സ്കാപ്പിയ കാർഡ് എടുത്തു. അത് വൺ കാർഡിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്തു. സോ എന്തുകൊണ്ടാണ് ഞാൻ വൺ കാർഡ് ക്ലോസ് ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് വൺ കാർഡ് ക്ലോസ് ചെയ്യേണ്ടത് എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഞാൻ ഈ ഒരു വൺ കാർഡ് എടുക്കുന്നത് കഴിഞ്ഞ വർഷം 2022 ഡിസംബറിലാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷമാകുന്നു ഞാൻ വൺ കാർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രശ്നം പറയാനായിട്ടാണെങ്കിൽ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഒരു വിഷയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ നമുക്ക് ആപ്പ് വഴി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ചാറ്റ് ബോട്ടാണ്, നമുക്കൊരു ഇൻഡിവിജ്വലായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഞാൻ ചാറ്റ് ബോക്സിൽ നോക്കിയിട്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് വിളിക്കാനായിട്ടൊരു കസ്റ്റമർ കെയർ നമ്പറൊക്കെ ഉണ്ട്. സോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് നമ്പറിൽ വിളിച്ച് നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വൺ കാർഡിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പറയാനായിട്ടുള്ള ഒരു പോരായ്മ റിവാർഡ് പോയിന്റ് സിസ്റ്റമാണ്. മറ്റു കാർഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൺ കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് വളരെ മോശമാണ്. നമുക്ക് 1% താഴെ മാത്രമാണ് വാല്യൂ ബാക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ മാനേജ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 1% വരെ വാല്യൂ ബാക്ക് വൺ കാർഡിൽ നിന്നും നേടുവാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി വൺ കാർഡ് ഉപയോഗിച്ചിരുന്നത് മറ്റു കാർഡുകളിൽ റിവാർഡ് പോയിന്റ് ഇല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടാത്ത തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ ചെയ്യാനായിട്ടാണ് വൺ കാർഡ് ഉപയോഗിച്ചിരുന്നത്. ലൈക്ക് ഇപ്പോൾ ഫ്യൂവൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മറ്റു കാർഡുകളിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ക്യാഷ് ബാക്കോ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ വൺ കാർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്യൂവൽ പർച്ചേസിന് നമുക്ക് റിവാർഡ് പോയിന്റ് വൺ കാർഡിൽ കിട്ടുന്നു. പിന്നെ ഞാൻ വൺ കാർഡ് ഉപയോഗിച്ചിരുന്ന മറ്റൊരു ട്രാൻസാക്ഷനാണ് ഫോറക്സ് ട്രാൻസാക്ഷൻ. ഞാൻ ചില പേയ്മെൻറ്റുകളൊക്കെ ഇൻ്റർനാഷണലി ചെയ്യുവാൻ നേരത്ത് ഈ ഒരു കാർഡാണ് ഉപയോഗിച്ചിരുന്നത്. കാരണം വൺ കാർഡിൻ്റെ ഫോറക്സ് ചാർജ് വരുന്നത് 1% മാത്രമാണ്. മറ്റു കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ 3.5% ഫോറക്സ് ചാർജ് വരുന്നത്. സോ ഈ പർപ്പസിനൊക്കെ ആയിട്ടാണ് ഞാൻ വൺ കാർഡ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഞാൻ ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡ് എടുത്തതിന് ശേഷം ഈ ഒരു വൺ കാർഡിൻ്റെ ഉപയോഗം കുറഞ്ഞു. കാരണം അത് റുപേ കാർഡാണ്. റുപേ കാർഡ് ആയതിനാൽ എനിക്ക് UPI ലിങ്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. സോ അത് ഉപയോഗിച്ച് അത് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് മാറി. കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സ്ഥിതിയായി. QR കോഡ് ഉണ്ട്, സ്കാൻ ചെയ്ത് പേ ചെയ്യുക, അത് കൂടുതൽ എളുപ്പമായിട്ട് തോന്നി. സോ ഫ്യൂവൽ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ കൂടുതലും പേയ്മെൻറ്റ് ചെയ്യുന്നത്. റിവാർഡ് പോയിന്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും ഇതുവരെ സർചാർജ് ഒന്നും എടുത്തിട്ടില്ല. പലരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു, റുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ഫ്യൂവൽ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സർചാർജ് എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നിലവിൽ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സർചാർജ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡാണ്. സോ വൺ കാർഡിൻ്റെ ഉപയോഗം കുറഞ്ഞു. ജസ്റ്റ് ഫോറക്സ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് മാത്രമാണ് വൺ കാർഡ് ഉപയോഗിച്ചിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ AS കാർഡിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാറ്റാനോ ആപ്പ് വഴി നമ്മൾ ബിൽ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 5% വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. AS കാർഡിൽ 5% കിട്ടുമെങ്കിലും അത് ഗൂഗിൾ പേ ആൻഡ്രോയിഡിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് iOS ആയതിനാൽ എനിക്കത് ഒരു പ്രശ്നമായിരുന്നു. സോ ഈ ഒരു ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡിലേക്ക് വന്നപ്പോൾ അത് അവരുടെ ഒരു iOS ആപ്പിലും അത് വർക്കിംഗ് ആണ്. ടാറ്റാനോ ആപ്പ് വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 5% വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു കാർഡ് ഉപയോഗിച്ച് എന്ത് ട്രാൻസാക്ഷൻ ചെയ്താലും മിനിമം 1.5% വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. സോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡാണ്. ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു സ്കാപ്പിയ കാർഡ് വന്നത്. അത് എടുക്കണമെന്ന് തോന്നി. അതിൻ്റെ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ സ്കാപ്പിയ ആപ്പ് വഴി
നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 4% വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. മറ്റു ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 2% വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. സോ മിനിമം 2% വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ അത് ലൈഫ് ടൈം ഫ്രീ ആണ്, പ്രത്യേകിച്ച് ജോയിനിങ് ഫീസിൽ, ആനുവൽ ഫീസിൽ. അതുപോലെ തന്നെ നമുക്ക് ഫോറക്സ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വൺ കാർഡിൽ 1% ആയിരുന്നു ഫോറക്സ് ചാർജ്. ഈ ഒരു കാർഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് 0 ആണ് ഫോറക്സ് ചാർജ് വരുന്നത്. നിലവിൽ കംപ്ലീറ്റ്ലി വേവ് ചെയ്തിട്ടുണ്ട്. സോ അത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നി. ഈ ഒരു സ്കാപ്പിയ കാർഡിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് തോന്നി, പക്ഷേ എനിക്ക് കാർഡിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് ക്ലോസ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു 1 കാർഡ് ഞാൻ ക്ലോസ് ചെയ്തത്. അപ്പോൾ 1 കാർഡ് ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കാർഡുകളുടെ എണ്ണം 4 തന്നെ നിർത്താനായിട്ട് സാധിച്ചു. നമ്മുടെ HDFC ബിസിനസ് റിഗാലിയ കാർഡുണ്ട്, ടാറ്റാനോ ഇൻഫിനിറ്റി കാർഡുണ്ട്, പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്കാപ്പിയ കാർഡുണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ AS കാർഡാണ്. 4 കാർഡിൽ നിർത്താനായിട്ട് സാധിച്ചു. ആദ്യം പറഞ്ഞതുപോലെ പറ്റുവാണെങ്കിൽ അത് 3 ഇല്ലെങ്കിൽ 2-ലാക്കാനായിട്ട് താല്പര്യമുണ്ട്. അത് നോക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും കാർഡൊക്കെ ക്ലോസ് ചെയ്തൊരു 2 കാർഡ് ഇല്ലെങ്കിൽ 3 കാർഡിൽ നിർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഈ ഒരു 1 കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ല, അത് കീപ്പ് ചെയ്താൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് പറ്റില്ല. കാരണം എനിക്ക് മൾട്ടിപ്പിൾ കാർഡ് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാർഡ് ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചാർജുകളൊക്കെ പിടിച്ചു, നമ്മളത് ശ്രദ്ധിച്ചില്ല, ബില്ല് ജനറേറ്റ് ആയി, അത് ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ പയ്യെ ഉയർന്ന പലിശ നൽകേണ്ടതായിട്ട് വരും, നമ്മുടെ സ്കോർ മോശമാകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ കാർഡ് വെറുതെ കീപ്പ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഉപയോഗിക്കുന്ന കാർഡുകൾ മാത്രം കീപ്പ് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അതുകൊണ്ടാണ് കാർഡുകളുടെ എണ്ണം കുറച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു സ്കാപ്പിയ കാർഡിനായിട്ട് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയില്ല. കാരണം ഫെഡറൽ ബാങ്കിൽ നമുക്കൊരു ലോൺ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്കാപ്പിയ കാർഡ് കിട്ടില്ല. പക്ഷേ എനിക്ക് ഫെഡറൽ ബാങ്കിൽ ലോണോ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ജസ്റ്റ് ഫെഡറൽ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും എനിക്ക് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയില്ല. പിന്നീട് 2 മാസത്തിന് ശേഷം ഇപ്പോൾ അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ ഒരു കാർഡ് കിട്ടിയത്. പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് പാനും അതുപോലെ ഡീറ്റെയിൽസ് മാത്രമാണ് നൽകിയത്. ഇൻകം പ്രൂഫോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചില്ല. ഇൻസ്റ്റൻ്റായിട്ട് അപ്രൂവലായി. 5 ലക്ഷം രൂപയാണ് ലിമിറ്റായിട്ട് അപ്രൂവ് ആയത്. നമുക്ക് വിർച്വൽ കാർഡ് അപ്പോൾ തന്നെ കിട്ടി. ഫിസിക്കൽ കാർഡ് 2 ദിവസത്തിന് ശേഷം ബ്ലൂ ഡാർട്ടാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് സ്കാപ്പിയ കാർഡ് എടുത്തത്. ഇനി എങ്ങനെയാണ് 1 കാർഡ് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡ്യൂ അമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീപേ ചെയ്യണം. 1 രൂപ പോലും ഡ്യൂ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ ബില്ല് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്ത് 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഉള്ള റിവാർഡ് പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. നമുക്ക് അല്ലെങ്കിൽ പിന്നീട് അത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ കാർഡ് എടുത്തിട്ട് 6 മാസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മെറ്റൽ കാർഡ് ആണെങ്കിൽ 3000 രൂപ നമ്മൾ ക്ലോസിംഗ് ചാർജായിട്ട് നൽകണം. പ്ലാസ്റ്റിക് കാർഡാണെങ്കിൽ 500 രൂപയാണ് ക്ലോസിംഗ് ചാർജായിട്ട് വരുന്നത്. സോ ഞാൻ കാർഡ് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ചാർജ് ഒന്നും തന്നെ നൽകേണ്ടതായിട്ട് വന്നില്ല. ഇനി എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്? നമ്മുടെ 1 കാർഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെയായിട്ട് നമുക്ക് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരും. അതായത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ക്ലിയർ ചെയ്യുക, അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിഡീം ചെയ്യുക. പിന്നെ നമുക്ക് നമ്മൾ കാർഡ് എടുത്തിട്ട് 6 മാസത്തിന് മുമ്പാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ക്ലോസിങ് ചാർജ് ഉണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും ഓട്ടോമാറ്റിക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോകും. അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ റീഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു 1 കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 1 കാർഡ് എടുക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ റീഡ് ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചെക്ക് ബോക്സ് കാണാം, അത് ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇനിഷ്യേറ്റ് അക്കൗണ്ട് ഡിലീറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. അതിനകത്ത് ഡു ലേറ്റർ ഉണ്ട്, ഇനിഷ്യേറ്റ് ഉണ്ട്. ഇനിഷ്യേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ക്ലോസ് 1 കാർഡ് അക്കൗണ്ട് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലീസ് ക്ലോസ് മൈ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സജഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്വസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിക്കും. യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്വസ്റ്റ് എടുക്കും. 2 ദിവസത്തിനുള്ള ഒരു കോൾ ബാക്ക് വരും. കോൾ ബാക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അവർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാക്സിമം ക്ലോസ് ചെയ്യിപ്പിക്കാതിരിക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഒരു റിക്വസ്റ്റ് എടുക്കും. 2 ദിവസത്തിനുള്ളിൽ ക്ലോസ് ആകുമെന്ന് പറയും. എനിക്ക് പിറ്റേ ദിവസം തന്നെ ക്ലോസ് ആയി കിട്ടി. ഒരു കൺഫർമേഷൻ മെയിൽ വന്നു, ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു 1 കാർഡ് ആപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. 45 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ NOC കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയിൽ ഇത് ക്ലോസ്ഡ് എന്ന് അപ്ഡേറ്റ് ആകുമെന്നാണ് മെയിലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് 1 കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.